ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം അതിലെ കാന്തിക ലോകത്തെ അത്ഭുതം എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് എന്താക്കുന്നത് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നോക്കിയേ, കാന്തം ഫലം പ്രയോഗിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാന്തം ഫലം പ്രയോഗിക്കുമോ, നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ട്. കാന്തം എന്താണ്, ആകർഷിക്കുന്നതുണ്ട്, ആകർഷിക്കാത്തതുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പഠിച്ചു അല്ലേ. ഇനി എന്താണ് കാന്തം ഫലം പ്രയോഗിക്കുമോ എന്ന് വെച്ചാൽ, കാന്തം ഫലം പ്രയോഗിക്കുമോ എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ നോക്കാം. നമുക്ക് അതിനൊരു ഇത് നോക്കാം അല്ലേ. മേശപ്പുറത്ത് ഒരു കാന്തം വെച്ച് അതിൻ്റെ അറ്റഭാഗത്ത് അല്പം അകലെ ഒരു മുട്ടുസൂചി വെക്കുക. മേശപ്പുറത്ത് എന്താ ഒരു കാന്തം വെക്കുക, എന്നിട്ട് എന്താക്കുക, മേശേൻ്റെ അറ്റത്തായിട്ട് എന്താക്കുക, ഒരു മുട്ടുസൂചി വെക്കുക. മുട്ടുസൂചി കാന്തത്തിനടുത്തേക്ക് സാവധാനം നീക്കി നോക്കുക. കാന്തം അവിടെ തന്നെ വെച്ചിട്ട് എന്താക്കുക, ഈ മേശപ്പുറത്തുനിന്ന് ഈ മുട്ടുസൂചി മെല്ലെ മെല്ലെ ഈ കാന്തത്തിൻ്റെ അടുത്തേക്ക് നീക്കി കൊണ്ടുവരിക. മെല്ലെ കാന്തത്തിന് സമീപം എത്തുമ്പോൾ മുട്ടുസൂചിക്ക് എന്താ സംഭവിക്കുന്നത്, കാന്തബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം എന്താണ്, ഈ കാന്തത്തിന് സമീപത്ത് ഈ മുട്ടുസൂചി ഇങ്ങനെ എത്തുമ്പോൾ എന്താ, ഒറ്റയടിക്ക് കാന്തം അങ്ങോട്ട് വലിച്ചെടുക്കൂല അതിനെ, എന്താണ് മുട്ടുസൂചീനെ. അപ്പം എന്താണ്, കാന്തബലമാണ് അല്ലേ. അപ്പോൾ കാന്തം എന്താണ്, ബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ആണ് അല്ലേ. അപ്പം നോക്കിയേ, കാന്തിക മണ്ഡലം, കാന്തം പ്രയോഗിക്കുന്ന ബലമാണെന്ത്, കാന്തിക ബലം അല്ലേ. എന്താണ്, കാന്തം പ്രയോഗിക്കുന്ന ആ ബലമാണെന്ത്, കാന്തിക ബലം അല്ലേ. കാന്തത്തിന് ചുറ്റും എന്താണ്, കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണെന്ത്, കാന്തിക മണ്ഡലം അല്ലേ. കാന്തത്തിന് ചുറ്റും എന്താണ്, ഈ കാന്തിക ബലം അനുഭവപ്പെടുന്ന ആ പ്രദേശമാണെന്ത്, കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കാന്തിക മണ്ഡലം എന്താണ്, നമുക്ക് കാണാൻ കഴിയില്ല, എന്താണ്, അദൃശ്യമാണ് അല്ലേ. കാണാൻ കഴിയാത്തതാണ് എന്ത്, അദൃശ്യം അല്ലേ. അപ്പോൾ എന്താണ്, ആ ഒരു കാന്തത്തിന് ചുറ്റും എന്താണ്, ഒരു എന്താണ് കാന്തിക ബലം ഉണ്ട് അല്ലേ. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കാന്തിക മണ്ഡല രേഖകൾ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയേ, കാന്തിക മണ്ഡലം എന്താണെന്ന് നിങ്ങൾ പഠിച്ചാൽ എന്താ കാന്തിക മണ്ഡലം, കാന്തത്തിനോട് അടുത്ത്, അതായത് കാന്തത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ അതിന് കാന്തം പിടിച്ചു വലിക്കുന്ന ആ പ്രദേശങ്ങളൊക്കെ എന്താണ്, കാന്തിക മണ്ഡലമാണ് അല്ലേ. അപ്പോൾ കാന്തിക മണ്ഡലത്തിൽ കാന്തിക ബലം അനുഭവപ്പെടുമെന്ന് നിങ്ങൾ കണ്ടെത്തിയല്ലോ. അപ്പോൾ എന്താണ്, കാന്തിക മണ്ഡലത്തിൽ എന്താണ്, കാന്തിക ബലം അനുഭവപ്പെടും അല്ലേ. അപ്പോൾ ഒരു പരീക്ഷണം ചെയ്യാം നമുക്ക്. എന്താണെന്ന് നോക്കുക. വസ്തുക്കൾ എന്തൊക്കെയാണ് വേണ്ടേ, ചതുരാകൃതിയിലുള്ള ഒരു ഗ്ലാസ് ഷീറ്റ് വേണം കണ്ടോ. പിന്നെ എന്തൊരു കാന്തം വേണം, പിന്നെ ഇരുമ്പ് പൊടിയും വേണം കേട്ടോ. എന്താണ്, ചതുരാകൃതിയിലുള്ള ഗ്ലാസ് ഷീറ്റ് ചിത്രത്തിൽ കാണുന്നത് പോലെ എന്താണ്, പുസ്തകങ്ങൾക്കിടയിൽ ഇങ്ങനെ ക്രമീകരിക്കുക. എന്താണ്, ഗ്ലാസ് ഷീറ്റ് എന്താണ്, പുസ്തകത്തിന് ആദ്യം ഒരു ബുക്ക് വെക്കുക, താഴെ 2 ബുക്ക് വെക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ഈ എന്താണ് ഷീറ്റ് വെക്കുക, ഗ്ലാസ് ഷീറ്റ് വെക്കുക, പിന്നെ വീണ്ടും എന്താക്കുക, അതിൻ്റെ മുകളിൽ 2 ബുക്ക് വെക്കുക കേട്ടോ. അത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ, ആ ഒരു ഭാർകാന്തം എന്താക്കുക, അതിൻ്റെ അടിയിൽ വെക്കുക കേട്ടോ. വെച്ച് കണ്ടില്ലേ കാന്തി എന്ത്, എന്നിട്ട് എന്താക്കുക, ഭാർകാന്തം വെച്ച ശേഷം എന്താണ്, ഗ്ലാസ്സിന് പുറത്ത് എന്താക്കുക, ഈ ഇരുമ്പ് പൊടി വിതറുക. അപ്പോൾ എന്താണ്, ഒരു ഇരുമ്പ് പൊടികൾ എന്താണ് ഗ്ലാസ്സിന് പുറത്താക്കിയിട്ട് എന്താണ്, ഇരുമ്പ് പൊടി വിതറുക. ആവശ്യമെങ്കിൽ ഗ്ലാസ് ഷീറ്റിൻ്റെ പുറത്ത് ചെറുതായി തട്ടി കൊടുക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം എന്താക്കുക, ഈ ഗ്ലാസ് ഷീറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ ചെറുതായി തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുക, ഇരുമ്പ് പൊടി പ്രത്യേക രീതിയിൽ എന്താണ് ക്രമീകരിക്കപ്പെടുന്നില്ലേ, ഉണ്ട് അല്ലേ. അപ്പോൾ ഇരുമ്പ് പൊടി പ്രത്യേക രീതിയിൽ എന്താവും, ക്രമീകരിക്കപ്പെടും അല്ലേ. ഈ ക്രമീകരണം എന്താണ്, കാന്തിക മണ്ഡല രേഖകളെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. ഇത് കാന്തിക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അപ്പം നിങ്ങൾ നിരീക്ഷിച്ച ഈ കാന്തിക മണ്ഡല രേഖകൾ ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ. ഇതെന്താണ്, ഈ കാന്തത്തിൻ്റെ അപ്പുറത്തും എന്താണ്, അതായത് ഈ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അഗ്രഭാഗത്താണ് എന്ത്, കൂടുതൽ കാന്തം ബലം ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം എന്താണ്, ഇരുമ്പ് പൊടി പ്രത്യേക രീതിയിൽ ക്രമീകരിക്കപ്പെടും അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഈ ക്രമീകരണം കാന്തിക മണ്ഡല രേഖകളെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് കാന്തിക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. കാന്തിക മണ്ഡലത്തിൽ കാന്തിക മണ്ഡല രേഖകളുണ്ട് അല്ലേ. കാന്തിക മണ്ഡലത്തിൽ എന്താണ്, കാന്തിക മണ്ഡല രേഖകളുണ്ട് അല്ലേ. ഇവ രണ്ട് അദൃശ്യമാണ്, കാണാൻ കഴിയില്ല. ചിത്രം നോക്കിയേ, കാന്തിക മണ്ഡല രേഖകൾ എങ്ങനെ ചിത്രീകരിക്കാമെന്ന് മനസ്സിലായേ. ഇങ്ങനെയാണ് എന്താക്കാൻ പറ്റുക, കാന്തിക മണ്ഡല രേഖകൾ ചിത്രീകരിക്കുന്നത് കേട്ടോ. ഇത് നോക്കിയേ, കാന്തങ്ങളുടെ നിർമ്മാണമാണ്. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് എന്ത്, കാന്തം നിർമ്മിച്ചിട്ടുള്ളത്. എന്താണ്, ശ്രദ്ധിക്കുക, എന്താണ്, കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ച് എന്താണ്, കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് എന്ത്, കാന്തം നിർമ്മിച്ചത് അല്ലേ. അൽനിക്കോ എന്ന ലോഹസങ്കരമാണ്. അൽനിക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്, അൽ അല്ലേ, അലൂമിനിയം, നിക്കൽ,
കൊബാൾട്ട്, പിന്നെ ഇരുമ്പ് എന്നിവയുടെ സങ്കരം അല്ലേ. അതാണ് എന്ത് അൽനിക്കോ എന്ന ലോഹസങ്കരം. അൽനിക്കോ അല്ലേ, അൽ എന്ന് പറഞ്ഞാൽ അലൂമിനിയം, നീ എന്ന് പറഞ്ഞാൽ നിക്കൽ, കൊബാൾട്ട് അല്ലേ, പിന്നെ ഇരുമ്പ് അല്ലേ എന്നിവയുടെ സങ്കരം. അപ്പോൾ ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ടാണ് എന്ത് ഈ കാന്തം നിർമ്മിക്കുന്നത് അല്ലേ. അപ്പോൾ കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ച കാന്തം നിർമ്മിച്ചിട്ടുള്ളത് അൽനിക്കോ എന്ന ലോഹ സങ്കരമാണ് എന്ത് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. മറ്റ് പല വസ്തുക്കളും എന്താണ് കാന്ത നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. സമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ് റബ്ബർ, നിയോഡീമിയം പിന്നെന്താണ് എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം കാന്തങ്ങൾ എന്താണ് നിലവിലുണ്ട് അല്ലേ. ഇവയിൽ എന്താണ് നിയോഡീമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ള. അപ്പം നിയോഡീമിയം എന്ന് പറഞ്ഞാൽ എന്താ കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ള കാന്തം ഏതാണെന്ന് വെച്ചാൽ എന്താ പറയുക നിയോഡീമിയം കേട്ടോ. കൂടുതൽ ശക്തിയുള്ള കാന്തം ഏതാണ് നിയോഡീമിയം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പഠിച്ചത് കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിച്ചിട്ടുള്ളത്. അൽനിക്കോ എന്ന ലോഹസങ്കരമാണ് ഇതിനെ ഉപയോഗിക്കുന്നത് അല്ലേ. പിന്നെ പല വസ്തുക്കളും എന്താണ് കാന്ത നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പിന്നെ സമേരിയം, കൊബാൾട്ട്, പിന്നെന്താണ് ഫെറൈറ്റ് റബ്ബർ, നിയോഡീമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം കാന്തങ്ങൾ നിലവിലുണ്ട്. ഇവയിൽ എന്താണ് നിയോഡീമിയം കാന്തങ്ങൾ എന്താണ് കൂടുതൽ ശക്തിയുള്ളവയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വിവിധ തരം കാന്തങ്ങൾ ഏതൊക്കെയാണ് സമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ് റബ്ബർ, നിയോഡീമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരമാണ് കാന്തങ്ങൾ എന്താണ് നിലവിലുണ്ട് അല്ലേ. ഇവയിൽ ഈ നിയോഡീമിയാണ് എന്ത് കൂടുതൽ ശക്തിയുള്ളത്. ദെൻ മണ്ണിലെ കാന്തിക വസ്തുക്കൾ. ഇനി നോക്കിയാൽ മണ്ണിലെ കാന്തിക വസ്തുക്കളാണ്. മണ്ണത്തെ കാന്തിക വസ്തുക്കൾ എങ്ങനെയാണ് എന്താണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു ദിവസം ബസ് പോകുമ്പോൾ എന്താ വെച്ചാൽ റോഡ് സൈഡിൽ തന്നെ ഉണ്ട് ഒരു അമ്മൂമ്മ എന്താണ് പെറുക്കുന്ന സാധനങ്ങളൊക്കെ പെറുക്കുന്ന ഒരു അമ്മൂമ്മയാണ്. അപ്പോൾ അവരെന്താണ് അവരുടെ കയ്യിൽ എന്താണ് ഒരു കാന്തം പോലുള്ളൊരു സംഭവം ഉണ്ട്, ഒരു വടി, ഒരു വലിയൊരു ഇതാണ്. അപ്പോൾ എന്താണ് അവിടെ എന്നിട്ട് എന്താക്കണം അതിൻ്റെ മുകളിൽ എന്താണ് ഒരു തുണിയും ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കടേൻ്റെ മുന്നിൽ, ആ കട എന്ന് പറഞ്ഞാൽ ഈ എന്താണ് മെക്കാനിക്ക്, അതായത് ബൈക്ക് അങ്ങനത്തൊക്കെ നന്നാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെ ഇവരെന്താക്കുന്നത് ഈ കാന്തം വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ഈ നിലത്തേക്ക് ഇങ്ങനെ പിടിപ്പിതാക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടായിരുന്ന ഈ ഇരുമ്പ് കഷ്ണങ്ങൾ, ചെറിയ ചെറിയ ഇരുമ്പ് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഇരുമ്പ് കഷ്ണങ്ങളൊക്കെ എന്താണ് ഈ കാന്തത്തിലേക്ക് ഒട്ടുന്നുണ്ട്. എന്നിട്ട് എന്താ അവർ ചെയ്യുന്നത് ആ തുണി അതിന് മാറ്റിയിട്ട് അവരെ ബാഗിലേക്ക് എന്താക്കുകയാണ് ഈ കിട്ടിയിരിക്കുന്ന ഇരുമ്പ് സാധനമൊക്കെ അതിലേക്ക് ഇടും. എന്നിട്ട് വീണ്ടും ഈ കാന്തികത്തിലേക്ക് എന്താണ് ഈ തുണി ചുറ്റിയിട്ട് വീണ്ടും അവിടെയുള്ള ഇരുമ്പുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പൊടികളുണ്ടല്ലോ ആ പൊടികളൊക്കെ ഇങ്ങനെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് വിറ്റാൽ പൈസ കിട്ടും. ഓക്കെ, അപ്പം മണ്ണിലെ കാന്തിക വസ്തുക്കൾ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ അമ്മൂമ്മ ചെയ്തത്? അപ്പം അതായത് ഒരു ഇരുമ്പോ അല്ലെങ്കിൽ ഒരു എന്താണ് കാന്തോ എടുത്തിട്ട് ഇങ്ങനെ എന്താക്കുക തുണി ചുറ്റിയിട്ട് മണ്ണിലേക്ക് ഇങ്ങനെ വെച്ച് വെക്കുക. അപ്പോൾ കാന്തിക വസ്തുക്കളൊക്കെ എന്താക്കും അതിലേക്ക് പറ്റിപ്പിടിക്കും അല്ലേ. നോക്കൂ, സ്കൂൾ ഗ്രൗണ്ടിലും പരിസരങ്ങളിലുമുള്ള മണ്ണിൽ കാന്തിക വസ്തുക്കളുണ്ടോ? ഇത് കണ്ടെത്തുന്നതിന് പ്രവർത്തനം ചെയ്യുക. ഒരു പഴയ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ലൗഡ് സ്പീക്കറിൽ നിന്നൊരു കാന്തം സംഘടിപ്പിക്കുക. പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന കടയിൽ നിന്നും പഴയ സ്പീക്കർ ലഭ്യമാവും. ഗ്രൂപ്പുകളായി പ്രവർത്തനം ചെയ്യുക. കാന്തം കട്ടിയുള്ളൊരു പേപ്പറിൽ പൊതിഞ്ഞ് ഒരു കയറിൽ കെട്ടി മണ്ണിലൂടെ കുറച്ച് സമയം വലിച്ചുകൊണ്ട് നടന്ന ശേഷം പരിശോധിക്കുക. കണ്ടോ, കാന്തത്താൽ ആകർഷിക്കപ്പെട്ട് പേപ്പറിൽ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ കാരണം എന്താണ് അല്ലേ. അപ്പം എന്താണ് പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പേപ്പറിൽ എന്താണ് കുറേ ആകർഷിച്ച എല്ലാ സംഭവങ്ങളും ആ പേപ്പറിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. മണ്ണും ഇരുമ്പും കലർന്ന പദാർത്ഥത്തിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കാൻ ഈ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാർഗം നിർദ്ദേശിക്കാമോ എന്ന് ചോദിച്ചത്. നിർദ്ദേശിക്കുക അല്ലേ, നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഇപ്പം ഞാൻ ടീച്ചർ പറഞ്ഞ ഈ കഥയിലൂടെ കഥയല്ല നടന്ന കാര്യമാണ്, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ദെൻ ഇനി പലതരം കാന്തങ്ങളുണ്ട് അല്ലേ. കണ്ടോ ഈ കാന്തങ്ങൾ കണ്ടോ, ഈ കാന്തങ്ങൾക്കെല്ലാം ഒരേ ആകൃതിയാണോ? അപ്പം നോക്കിയേ പല ടൈപ്പിലാണ് കാന്തങ്ങളുള്ളത് അല്ലേ. കാന്തങ്ങൾക്കൊക്കെ ഒരേ ആകൃതിയാണോ? നിങ്ങളുടെ ശാസ്ത്ര കിറ്റിലെയും ലാബിലെയും കാന്തങ്ങൾ പരിശോധിക്കുക. എല്ലാം ഒരുപോലെയാണ്. നോക്കിയാൽ താഴെ കൊടുത്ത ചിത്രങ്ങളിലെല്ലാം പല തരത്തിലുള്ള കാന്തങ്ങളാണ് അല്ലേ. ഇവ ആകൃതിയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നോക്കിയാൽ ഇതെന്താണ്, ഇത് ലാടകാന്തം എന്നാ പറയുക അല്ലേ. നോക്കിയാൽ ഫസ്റ്റ് വൺ എന്താണ് ലാടകാന്തം എന്ന് പറയും കേട്ടോ. ഇത് ലാടകാന്തം. ഇതെന്താണ് ബാർ കാന്തം എന്നത് പറയാം. ഓക്കെ, ഇതെന്താണ് സിലിണ്ട്രിക്കൽ കാന്തം. പിന്നെ ഇതെന്താണ് കാന്തസൂചി. ഇത് ഓവൽ കാന്തം. ഇതെന്താണ് യു കാന്തം.
ഇതെന്താ ഡിസ്ക് കാന്തം, ഇത് റിങ് കാന്തം. അങ്ങനെ പല ടൈപ്പിലുള്ള കാന്തങ്ങൾ നമുക്ക് എന്താണ് ഇപ്പം അവൈലബിൾ ആണ് അല്ലേ. ആകൃതിക്ക് അനുസരിച്ചാണ് ഇവയ്ക്ക് പേരുകൾ നൽകിയിരിക്കുന്നത്. നോക്കിയാൽ ഇത് ബാറായി കിടക്കുന്നില്ലേ, ബാർ കാന്തം അല്ലേ. ഇതെന്താ സിലിണ്ടർ ഷേപ്പാണ് അല്ലേ, അപ്പോൾ സിലിണ്ടറിക്കൽ കാന്തം. അപ്പം ആകൃതിക്ക് അനുസരിച്ചാണ് ഇവയ്ക്ക് പേരുകൾ നൽകിയിരിക്കുന്നത്. അതെ അല്ലേ. നോക്കൂ, ശാസ്ത്ര പുസ്തകത്തിൽ വിവിധ ഇനം കാന്തങ്ങളുടെ ചിത്രം വരച്ച് പേര് രേഖപ്പെടുത്തുക. ഓക്കെ, നിങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ ബുക്കിൽ വരച്ചിട്ടുണ്ടാക്കുക, അതിൻ്റെ പേര് എഴുതുക കേട്ടോ. നോക്കൂ, ഇനി തെക്കും വടക്കും ഉണ്ട് കേട്ടോ. നോക്കി ഇവിടെ തന്നെ NS എന്നൊക്കെ കണ്ടില്ല നിങ്ങൾ, കണ്ടോ NS, ഇവിടെയുണ്ട് NS, കണ്ടോ. ഇതൊക്കെ എന്താ സൗത്ത് നോർത്ത് അല്ലേ, തെക്കും വടക്കായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ കാന്തത്തിന്. അപ്പോൾ ഒരു കാന്തത്തിന് എന്താണ് 2 ധ്രുവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ഈ ധ്രുവങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, നമുക്ക് പരിശോധിക്കാം കേട്ടോ എന്താണെന്നുള്ളത്. നോക്കിയേ, ആവശ്യമായ സാമഗ്രി ഒരു പ്രത്യേകത ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇതൊരു സ്റ്റാൻഡ് ആദ്യം നോക്കുക, പിന്നെന്താക്കുക, ഒരു നൂലെടുക്കുക, പിന്നെന്താണ് ഒരു ബാർ കാന്തവും, പിന്നെ ഒരു ബാർ കാന്തം. എന്തൊക്കെയാണ്, ആദ്യം ഒരു സ്റ്റാൻഡ്, അതാണിത് അല്ലേ, ഈ സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡ്. ഇതെന്താ നൂല്, നൂല് കണ്ടോ. പിന്നെന്താണ് ബാർ കാന്തം, കണ്ടോ ബാർ കാന്തം, കണ്ടില്ലേ. ഇനി എന്താണ്, ബാർകാന്തത്തിന്റെ മധ്യഭാഗത്ത് ഒരു നൂല് കെട്ടുക, കണ്ടോ. ബാർകാന്തത്തിന്റെ മധ്യഭാഗത്ത് എന്താ ഒരു നൂല് കെട്ടിയിട്ട് എന്താണ് ചിത്രത്തിൽ കാണുന്ന പോലെ എന്താണ് ഇങ്ങനെ തൂക്കിയിടുക. ഓക്കെ, കാന്തത്തിന്റെ ചലനം നിൽക്കുമ്പോൾ ഈ ധ്രുവങ്ങൾ ഏത് ദിക്കിലേക്കാണ് നോക്കുക. ഇതിന്റെ ആ പോളിലെ ഇതിന്റെ ധ്രുവങ്ങൾ ഏത് ദിക്കിലേക്കാണ് നിൽക്കുന്നത് നോക്കുക. കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണോ അതോ തെക്ക് വടക്ക് ഭാഗത്തേക്കാണോ, കാന്തത്തിന്റെ ദിശ മാറ്റി വീണ്ടും പരിശോധിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഇത് ഏത് ഭാഗത്തേക്കാണ് നിൽക്കുന്നത്, സൗത്തിനോട്. ഞാൻ ചിരിച്ചല്ലേ നിൽക്കുന്നത്. ഇത് വെസ്റ്റ്, ഈസ്റ്റ്, ഇത് സൗത്ത് നോർത്ത് അല്ലേ. അപ്പോൾ ഇതെന്താ സൗത്ത് നോർത്തിലേക്കാണ് എന്താക്കുന്നത് ഈ കാന്തം നിൽക്കുന്നത് അല്ലേ. ഇനി ഈ കാന്തം ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മേലോട്ടാക്കിയോ താഴോട്ടാക്കിയോ എന്തെങ്കിലും ഇതാക്കിയിട്ട് ഈ നൂൽമൊക്കെ തന്നെ കെട്ടിയിട്ട് എന്താക്കുക നമ്മൾ വിടുക. എന്നിട്ട് എന്താക്കുക, പിന്നെ നോക്കുക ഇതെങ്ങനെയാണ് നിൽക്കുന്നത്, സൗത്ത് നോർത്തിൽ തന്നെ നിൽക്കുക അല്ലേ, തെക്ക് പടിഞ്ഞാറായിട്ട് തന്നെയാണ് എന്താക്കുക നിൽക്കുക അല്ലേ. അപ്പോൾ എന്താണ് എപ്പോഴും ഈ കാന്തം ഈ ഏത് ഭാഗത്തേക്കാണ് നിൽക്കുക, തെക്ക് വടക്ക് ഭാഗത്തേക്കായിട്ടാണ് ഈ കാന്തം നിൽക്കുക കേട്ടോ. കാന്തത്തിൻ്റെ ദിശ മാറ്റിയിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അങ്ങനെ തന്നെ തെക്ക് വടക്ക് ഭാഗത്തേക്കായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ നേരത്തെ നിന്നിരുന്ന അതേ ദിശയിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് കാന്തിക ധ്രുവങ്ങൾക്ക് പേര് നൽകുക, സജ്ജീകരണത്തിലെ സ്ഥാനം പേര് മാറ്റുക. അപ്പോൾ നോക്കിയേ, ഈ ഭാഗത്ത് എന്താക്കുക S എന്ന് കൊടുക്കുക, സൗത്ത് അല്ലേ. ഈ ഭാഗത്ത് എന്താണ് നോർത്തും കൊടുക്കുക. ഓക്കെ, അപ്പോൾ S എന്ന് പറയുന്നത് എന്താണ് തെക്കാണ് കേട്ടോ, സൗത്താണ് തെക്ക് എന്ന് പറയുന്നത് കേട്ടോ S. ഓക്കെ, ഇനി നോക്കിയേ കാന്തിക ധ്രുവങ്ങൾ, മാഗ്നറ്റിക് പോൾസ് കേട്ടോ. ഇതെന്താണ് ദക്ഷിണ ധ്രുവം, ഇതെന്താണ് ഉത്തര ധ്രുവം. ഓക്കെ, ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവമാണ് കേട്ടോ. അപ്പം എനിക്ക് ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ എന്താണ് കാന്തത്തിന്റെ ഉത്തര ധ്രുവം, നോർത്ത് പോൾ എന്ന് പറയും കേട്ടോ. എന്താണ് ഇത്, ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ എന്താണ്, ഇതിനെ ഉത്തര ധ്രുവം എന്താണ്, ഇതാണ് വടക്ക് ഭാഗത്തേക്ക് നിൽക്കുന്നത് അല്ലേ, അതിന് ഉത്തര ധ്രുവം എന്ന് പറയും കേട്ടോ. ഇത് ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ എന്താണ് കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത്, തെക്ക് ഭാഗത്തേക്കാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇതിനെ ദക്ഷിണ ധ്രുവം എന്ന് പറയും, സൗത്ത് പോൾ എന്ന് പറയുന്നത് കേട്ടോ. അവയെ NS എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. N എന്താണ് ഉത്തര ധ്രുവം, S എന്താണ് ദക്ഷിണ ധ്രുവം. ഓക്കെ, ബാർകാന്തത്തിൽ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. ബാർകാന്തത്തിൽ എന്താണ് ഈ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ എന്താണ് പ്രത്യേക അടയാളങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടോ. കണ്ടോ NS ഒക്കെ കൊടുത്ത് കണ്ടില്ലേ. ഓക്കെ, അപ്പം ഉത്തര ധ്രുവം എന്ന് പറഞ്ഞാൽ ഏതാണ്, നോർത്ത് പോൾ അല്ലേ, N. ഓക്കെ, സാധാരണയായി ഒരു വെള്ള സ്പോട്ടാണ് എന്ത് ഉത്തര ധ്രുവത്തിൽ അടയാളമായി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഉത്തര ധ്രുവം എന്ന് പറഞ്ഞാൽ നോർത്ത് പോൾ അല്ലേ. ഈ ഉത്തര ധ്രുവത്തിൽ എന്താണ് ഒരു വെള്ള എന്താണ് സ്പോട്ടായിട്ട് നമ്മൾ സാധാരണയായിട്ടാണ് എന്താ അടയാളമായിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കും അല്ലേ. കാന്തത്തിന്റെ പ്രത്യേകത എന്താണ്, ഉപയോഗിച്ച് ദിക്കുകൾ കണ്ടെത്താൻ കഴിയല്ലേ. കാന്തത്തിന്റെ ഈ പ്രത്യേകത ഈ നോർത്ത് സൗത്ത്, അതായത് തെക്ക് വടക്ക് ദിശയിലേക്ക് എന്താണ് നിൽക്കുകയാണ് എന്ത് ബാർകാന്തം എപ്പോഴും അല്ലേ. അപ്പോൾ ഈ കാന്തത്തിന്റെ പ്രത്യേകത ഉപയോഗിച്ച് നമുക്ക് എന്താക്കാം, നമ്മൾ ഡയറക്ഷൻസ് ദിക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. വടക്കേതാ, തെക്കേതാ, പടിഞ്ഞാറ് ഏതാ, കിഴക്കേതാ കണ്ടുപിടിക്കുക അല്ലേ. ഓക്കെ, ഇനി
അപ്പം നോക്കിയേ, നമ്മളിപ്പോൾ ബാർകാന്തം നമ്മളെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു. അപ്പം അത് പൊട്ടിപ്പോയി. ഒരു കാന്തം മുറിഞ്ഞ് 2 കഷ്ണങ്ങളായി എന്താ സംഭവിക്കുക? 2 കഷ്ണങ്ങളും ഓരോ ചെറുകാന്തങ്ങളായി തീരും അല്ലേ? ഈ 2 കഷ്ണങ്ങൾ എന്താണ്? ഓരോ വേറെ കാന്തായി മാറും അല്ലേ? അപ്പം അതിനും ഉണ്ടാവും എന്ത്? ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവും അല്ലേ? സൗത്ത് ഇത് നോർത്ത് ഇത്, സൗത്ത് ഇത് നോർത്ത് ഇത്, മോൾ ഭാഗം വരുമ്പോൾ അല്ലേ? അപ്പം നമുക്ക് എന്താണ് കാന്തത്തിൽ ഉദ്ദേശിച്ച് ദിക്കുകൾ കണ്ടെത്താൻ ഉപയോഗിച്ചല്ലോ അല്ലേ? പറ്റും അല്ലേ? അപ്പം നോക്കിയേ, നമുക്കിപ്പം നമ്മളെ കയ്യിലൊരു കാന്തം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എവിടെ സ്ഥലം ഒന്നും അറിയില്ല. എപ്പോഴാണ് ഈ വടക്ക് നോക്കി യന്ത്രമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈം? നമ്മളിപ്പോൾ കടലിലൂടെ പോകാൻ വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു കൊടുങ്കാട്ട് കൂടെ പോകാൻ വിചാരിച്ചോ. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങിപ്പോയി വിചാരിക്കുക. അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നോ എന്നല്ലേ നമ്മൾ എവിടെ എത്തിയെന്നോ ഒരു ഐഡിയ ഇല്ല. ഇനി ഡെസേർട്ടിൽ കൂടെ മരുഭൂമി കൂടെ പോവുകയാണെങ്കിലും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഇതെല്ലാം ഒരുപോലെ നിൽക്കുകയാണ് അല്ലേ? അപ്പം നമ്മളെന്താണ് ഈ കാന്തം ഉപയോഗിച്ചിട്ട് അതിൻ്റെ തെക്കും വടക്കും ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ? അപ്പം അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് തെക്കും വടക്കൊക്കെ ദിക്കുകൾ കണ്ടുപിടിക്കാൻ കഴിയുന്നത് അല്ലേ? അപ്പം അതിനാണ് ദിക്കുകൾ കണ്ടുപിടിക്കാനാണ് വടക്ക് നോക്കി യന്ത്രം ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പം എങ്ങനെ നിർമ്മിക്കാൻ നോക്കാം. പണ്ട് കടലിലൂടെയും മരുഭൂമിയിലൂടെയും യാത്ര ചെയ്തിരുന്നവർ ദിക്കറിയാൻ പല മാർഗങ്ങളും ഉപയോഗിച്ചിരുന്നു. ധ്രുവനക്ഷത്രത്തെയും മറ്റ് ചില നക്ഷത്ര സമൂഹത്തെയും അവർ ഇതിന് പ്രയോജനപ്പെടുത്തിയിരുന്നു. പണ്ടൊക്കെ ആൾക്കാർ അന്നൊന്നും ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ യാത്ര ചെയ്യാൻ പല മാർഗം ഉപയോഗിച്ചിരുന്നത് അല്ലേ? ഈ നക്ഷത്രത്തിനെ നോക്കി യാത്ര ചെയ്യും. പിന്നെന്താ, നക്ഷത്ര സമൂഹത്തെയും അവർ അതിന് പ്രയോജനപ്പെടുത്തി അല്ലേ? കാന്തത്തിന്റെ സവിശേഷത തിരിച്ചറിഞ്ഞതോടെ ദിക്കറിയാനുള്ള മാർഗം എന്താക്കി? വളരെ എളുപ്പമായി അല്ലേ? കാന്തത്തിന്റെ ഏത് സ്വഭാവം അവർ ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവുക? ഈ സൗത്തും നോർത്തും, അതായത് തെക്കും വടക്കും ഈ ബാർകാന്തം നിൽക്കുന്നത് കണ്ടില്ലേ? അതന്നെ അല്ലേ? അപ്പോൾ കാന്തം ഉപയോഗിച്ച് ദിക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. അപ്പോൾ കാന്തം ഉപയോഗിച്ച് ദിക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണെന്ത്? വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രമാണ് ഇത് കേട്ടോ. വടക്ക് നോക്കി യന്ത്രമാണ് ഇതിന് പറയുന്ന പേരാണെന്ത്? വടക്ക് നോക്കി യന്ത്രം കേട്ടോ. ഇതാണ് വടക്ക് നോക്കി യന്ത്രം. ഓക്കെ, ഇതാണ് വടക്ക് നോക്കി യന്ത്രം. ഓക്കെ, അപ്പം ഒരു വടക്ക് നോക്കി യന്ത്രം സയൻസ് ലാബിൽ നിന്ന് സംഘടിപ്പിക്കുക. അത് ഉപയോഗിച്ച് ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിക്കിലേക്കാണ് എന്ന് കണ്ടെത്തുക. നിങ്ങളുടെ ക്ലാസ് മുറിയെ അടിസ്ഥാനമാക്കി എന്താക്കുക? സ്കൂൾ ഗേറ്റ് ഏത് ദിക്കിലാണ്, പിന്നെ അതുപോലെ പാചകപ്പുര ഏത് ദിക്കിലാണ്, ഓഫീസ് മുറി ഏത് ദിക്കിലാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ എന്താക്കുക? ഈ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചിട്ട് കണ്ടെത്താൻ പറ്റും അല്ലേ? ഇനി നമുക്ക് സ്വന്തമായി ഒരു വടക്ക് നോക്കി യന്ത്രം നിർമ്മിച്ചാലോ? അപ്പോൾ എന്തൊക്കെ സാധനം വേണം? ഒരു കാന്തം വേണം, പിന്നെ ഒരു സൂചി വേണം, നൂല് വേണം, ഒരു കോർക്കും വേണം കേട്ടോ. അപ്പോൾ സൂചിയിൽ എന്താക്കുക? നൂല് കോർത്തെടുക്കുക. നൂലിൽ പിടിച്ച് സൂചിയുടെ ഒരഗ്രഭാഗത്ത് നിന്ന് മറ്റേ അഗ്രത്തിലേക്ക് കാന്തം ഉപയോഗിച്ച് ക്രമമായി ഏകദേശം 50 പ്രാവശ്യം ഒരേ ദിശയിൽ മാത്രം ഉരസുക. കണ്ടോ? സൂചിയിൽ നൂല് കോർത്തെടുക്കുക, നൂലിൽ പിടിച്ചിട്ട് നൂലിൽ പിടിക്കുക, എന്നിട്ട് സൂചിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിലേക്ക് കാന്തം ഉപയോഗിച്ചതാ. കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ ഇയാൾ കാന്തം പിടിച്ച് കണ്ടില്ലേ? അപ്പോൾ ഈ സൂചിൻ്റെ ഇവിടുന്നേക്ക് ഇങ്ങനെ ഒരേ ദിശയിൽ മാത്രം ഇങ്ങനെ വരച്ചോണ്ടെടുക്കുക. ഓക്കെ, സൂചി സൗകര്യപ്രദമായി പിടിക്കുന്നതിനും സുരക്ഷയ്ക്കും വേണ്ടിയാണിത് നൂല് കോർക്കുന്നത് കേട്ടോ. നൂലിൻ്റെ അറ്റം പിടിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചെറിയ കോർക്ക് എടുക്കുക, നൂല് നീക്കിയ ശേഷം ഒരു ചെറിയ കോർക്ക് എടുത്ത ശേഷം നൂല് നീക്കിയ ശേഷം എന്താക്കുക? ചിത്രത്തിൽ കാണുന്ന പോലെ സൂചി എന്താക്കുക? കോർക്കിൽ തുളച്ച് വെക്കുക. ഓക്കെ, ചിത്രത്തിൽ കാണുന്ന പോലെ ഇതാക്കണ്ടോ? കോർക്കിലേക്ക് എന്താക്കുക? സൂചി തുളച്ച് വെക്കുക. സൂചി കോർക്കിന് പുറത്തൊട്ടിച്ചാലും മതി കേട്ടോ. അപ്പോൾ സൂചി കോർക്കിന് പുറത്തൊട്ടിച്ചാലും മതി, തുളച്ച് വെച്ചാലും മതി, ഏതായാലും കുഴപ്പമില്ല. ഈ സജ്ജീകരണം ഒരു പാത്രത്തിലെ ജലത്തിൽ വെച്ച് നോക്കുക. ഇതെന്താക്കുക? ഒരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് അതിൽ വെക്കുക ഈ കോർക്ക്. അപ്പോൾ ക്ലോക്കിലുള്ള സൂചിയുടെ ദിശ നിരീക്ഷിക്കുക. ഏത് ദിശയിലാണ് നിൽക്കുന്നത്? കോർക്കിൻ്റെ ദിശ മാറ്റി നോക്കുക. സൂചി പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ? നിങ്ങളുടെ നിഗമനം പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സൂചിയിൽ ഉത്തര ധ്രുവം അടയാളപ്പെടുത്തുമല്ലോ. ഈ ഉപകരണം ഉപയോഗിച്ച് ദിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കാതെ അതിൻ്റെ ദിക്ക് കണ്ടുപിടിക്കാൻ കഴിയൂല്ലേ. ഇനി തെക്ക് വടക്ക് ദിശയാണ് കേട്ടോ. സ്വതന്ത്രമായി തൂക്കിവിട്ട കാന്ത എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ട് ഈ കാന്ത എപ്പോഴും തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത് അല്ലേ? ഇതാണ് കാന്തത്തിന്റെ ദിശാ സ്വഭാവം, ഡയറക്ഷൻ അല്ലേ?
എന്താണ് ഇതിന്റെ കാരണം കണ്ടെത്തിയാലോ? ഒരു കാന്തം എടുത്ത് സ്വതന്ത്രമായി ഇങ്ങനെ തൂക്കിയിടുക. ഇവ കാന്തത്തിന് താഴെ മറ്റൊരു ബാർകാന്തം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്കും വെക്കുക. ഇങ്ങനെ എന്താണ് വേറൊന്നും എന്താണ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് എന്താക്കുക വെക്കുക. ഓക്കെ. അപ്പം ഈ കാന്തം എന്താണ് വേറൊരു കാന്തം, ആദ്യം ഒരു കാന്തം എന്താക്കുക തൂക്കിയിടുക ഇങ്ങനെ. എന്നിട്ട് എന്താക്കുക ആ തൂക്കിയിട്ട കാന്തത്തിന് താഴെയായിട്ട് എന്താണ് വേറൊരു ബാർകാന്തം എന്താണ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുക. തൂക്കിയിട്ട കാന്തം ഇപ്പോൾ ഏത് ദിശയിലാണ് നിൽക്കുന്നത്? അപ്പൊ തൂക്കിയിട്ട കാന്തം ഏത് ദിശയിലാണ് നിൽക്കുന്നത്? ഈ സൗത്ത് നോർത്ത്, അതായത് തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത് അല്ലേ. ഈ തൂക്കിയിട്ട കാന്തത്തിന്റെ ദിശ മാറ്റി നോക്കുക. വീണ്ടും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം എന്ത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ തൂക്കിയിട്ട കാന്തവും അതുപോലെ താഴെ ഒരു കാന്തം എന്താണ് ഈ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ തൂക്കിയിട്ട കാന്തം എന്താക്കും? തൂക്കിയിട്ട കാന്തം അതേമാതിരി താഴെ നിൽക്കുന്ന കാന്തത്തിന്റെ അതേ ദിശയിലേക്ക് വരും അല്ലേ, കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വരും. എന്താ അപ്പം തൂക്കിയിട്ട കാന്തം എന്താണ് ഒന്നും കൂടി ദിശ മാറ്റി നോക്കുക. വീണ്ടും എന്താണത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് തന്നെ വരും അല്ലേ. എന്താ കാരണം? താഴെ വെച്ച കാന്തം ഒന്ന് മാറ്റി നോക്ക്. അപ്പൊ തൂക്കിയിട്ട കാന്തത്തിന്റെ ദിശയിൽ എന്താണ് തെക്ക് വടക്ക് ദിശയിലേക്ക് വരും അല്ലേ. എന്തുകൊണ്ട് അങ്ങനെ? അപ്പോൾ നാം കാണാത്ത മറ്റൊരു കാന്തശക്തിയല്ലേ തൂക്കിയിട്ട കാന്തത്തെ തെക്ക് വടക്ക് ദിശയിലാക്കുന്നത് അല്ലേ? ആണോ? ഇത് എന്താ അപ്പൊ ഞാൻ കാണാത്ത മറ്റൊരു കാന്തശക്തിയാണ് എന്ത് തൂക്കിയിട്ട് സാധാരണ തെക്ക് വടക്ക് ദിശയിലാണല്ലോ ഇപ്പൊ വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ കാണാത്ത വേറെ എന്തോ ഒരു ശക്തി ഉണ്ട്, അതുകൊണ്ടാണ് എന്ത് ഇത് കാന്ത സ്ഥിരം തെക്ക് വടക്ക് ദിശയിലാകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം എന്താന്നുള്ളത്. ഭൂകാന്തം അല്ലെ. ഭൂമി ഒരു കാന്തമാണ് അല്ലെ. ഈ ഭൂകാന്തത്തിന് എന്താണ് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഭൂകാന്ത ധ്രുവങ്ങൾ എന്താണ് ഈ ഭൂകാന്തത്തിന് എന്താണ് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഭൂകാന്ത ധ്രുവങ്ങൾ എന്താണ് തെക്ക് വടക്ക് ദിശയിലാണ് ഉള്ളത് അല്ലെ. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് ഉള്ളത്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ എന്താണ് ദക്ഷിണ ധ്രുവമാണ് അല്ലെ. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം എന്താണ് ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ്. അതുകൊണ്ടാണ് എന്ത് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും എന്താണ് തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് അല്ലെ. അപ്പൊ എന്താ മക്കളെ ഇവിടെ പറയുന്നത്? ഭൂമി എന്താ ഒരു കാന്താന്ന് പറയുന്നുണ്ട് അല്ലെ. എന്താണ് ഭൂമി ഒരു കാന്തമാണ് ആണല്ലോ. പിന്നെന്താണ് ഈ ഭൂകാന്തത്തിന് എന്താ ഒരു കാന്തിക മണ്ഡലവും ഉണ്ട്. ഓക്കെ. അപ്പൊ ഭൂകാന്ത ധ്രുവങ്ങൾ എന്താണ് തെക്ക് വടക്ക് ദിശയിലാണ് ഉള്ളത്. ഭൂകാന്ത ധ്രുവങ്ങൾ എന്താണ് തെക്ക് വടക്ക് ദിശയിലാണ് ഉള്ളത്. ഓക്കെ. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ് അല്ലെ. അപ്പൊ ഭൂമിയുടെ ഉത്തര ധ്രുവം എന്താണ് ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം. അതുപോലെ ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ് അല്ലെ. അതുകൊണ്ടാണ് എന്ത് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ എന്താണ് ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവം നേരെ ഓപ്പോസിറ്റ് അല്ലേ. അതുകൊണ്ടാണ് എന്ത് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും എന്താണ് തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത്. ഓക്കെ. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. താങ്ക് യു.